ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അരുത് റെസിപ്പീസ്. നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിലെ പരിപ്പ് പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പരിപ്പ് പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു 500 ഗ്രാം ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുപരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 500 ഗ്രാം ഇതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പരിപ്പ് ഒന്ന് ചൂടായി വരുന്നതിൻ്റെ. അപ്പോൾ ചെറിയൊരു റെഡ് കളറാകുമ്പോൾ നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാനൊരു 2 പ്രാവശ്യമായിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനായിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് ഇനി വേവിച്ചെടുക്കാം. ഈ 2 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. കുക്കർ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ച് കൊടുക്കുകയാണ്. ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഈ ശർക്കരയും പരിപ്പൊക്കെ നല്ല ഒന്ന് സെറ്റായി കിട്ടട്ടെ. അതുവരെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു പരിപ്പൊക്കെ ഉണ്ടെന്ന് കടിക്കാൻ. അപ്പോൾ വെന്ത് കുഴഞ്ഞിട്ടുമില്ല. അപ്പം നല്ല പാകമായിരുന്നു. 2 വിസിൽ കൃത്യം പാകമായിരുന്നു. ശർക്കര പാനിയും പരിപ്പൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. തിളച്ച് ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2-ാം പാലാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 2 നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 നാളികേരം ചിരകിയതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ എടുത്തിട്ടുണ്ട്. മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് നാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പിന്നെ ഞാൻ അതേ തേങ്ങാപ്പീരയിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുത്തതാണ് ഈ 2-ാം പാൽ. അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതൊന്നൊന്ന് ചെറുതായി ഒന്ന് വറ്റി കുറുകി വരണം. നമുക്ക് എത്രത്തോളം പായസം വേണം, പായസത്തിന് കട്ടി വേണം, ആ സമയത്ത് നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത ശേഷം നമ്മൾ തിളയ്ക്കണില്ല. അപ്പോൾ അതുവരെ ഇതൊന്ന് നമുക്ക് ഒന്ന് വറ്റിന്ന് ചെറുതായി ഒന്ന് കുറുകി കിട്ടട്ടെ. അപ്പോൾ നല്ലോണം തിളച്ച് പാകത്തിനൊന്ന് കുറുകി വരുന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അല്പം 1/2 ടീസ്പൂണോളം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ജീരകം. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായ കുറച്ച് കൂടുതൽ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂണോളം ചുക്ക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പാകത്തിന് കട്ടിയാവുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1-ാം പാൽ ചേർത്ത ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ തിളയ്ക്കണ്ട. ഇനി ഇതിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നാളികേര കൊത്തും അതുമാതിരി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നാളികേര കൊത്തൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കുറച്ചൊന്ന് വറുത്തൊന്ന് കോരാറാവുമ്പോൾ നമുക്ക് മുന്തിരിങ്ങ കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസം ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും. പായസത്തിന് ചെറുതായിട്ടൊരു കട്ടിയൊക്കെ ഉണ്ടാവും. ഇനി അതിലേക്ക് 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഉപ്പ് കുറവ് 2 നുള്ള് നമ്മൾ പായസത്തിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്.
അപ്പോൾ ഈ ഓണത്തിന് വിഷുവിന് അതുമാതിരി നമ്മളെപ്പോഴും നമുക്ക് പായസം ഇതുമാതിരി പരിപ്പ് പായസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതുമാതിരി ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.